ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ സെലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് ഓരോ കാലത്തും ഓരോ തരത്തിലുള്ള വിമർശനങ്ങളും അതുപോലെ തന്നെ ആക്ഷേപങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങൾ കണ്ടിട്ടുണ്ട്. സഞ്ജു സാംസനെ പോലൊരു താരത്തിന് ഒരുപാട് കാലത്തേക്ക് അവസരം നൽകാതെ മാറ്റി നിർത്താനുള്ള ശ്രമങ്ങൾ നടന്നു എന്നും, അതുപോലെ തന്നെ ഒരു നല്ലൊരു റോളിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് മാറ്റി പൊസിഷൻ മധ്യനിരയിലേക്ക് മാറ്റിയിട്ടൊരു ആ രീതിയിലുള്ള ചർച്ചകളൊക്കെ നമ്മൾ കണ്ടിരുന്നു. സമീപകാലത്ത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഏത് സമയത്ത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ സെലക്ഷൻ വന്നാലും ഏതെങ്കിലും ഒക്കെ തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാവാറുണ്ടോ? ഒന്ന് ഇപ്പോൾ മുഹമ്മദ് ഷമിക്ക് അവസരം വീണ്ടും കൊടുത്തില്ല എന്ന തരത്തിൽ, ഋതുരാജ് ഗൈക്വാദ് അവസാന മത്സരത്തിൽ സെഞ്ചുറി നേടിയിട്ടും അവസരം കൊടുത്തില്ല എന്ന തരത്തിൽ. ഈ ഋതുരാജിൻ്റെ കാര്യം സംസാരിക്കുന്ന സമയത്ത് റോബിൻ ഉത്തപ്പ പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ വളരെ ചർച്ചയാകുന്നുണ്ട്. അതായത് മുംബൈയിലോ ഡൽഹിയിലോ അല്ലെങ്കിൽ പഞ്ചാബിലോ ജനിക്കാത്ത ഒരു താരത്തെ, അല്ലെങ്കിൽ ഈ സംസ്ഥാനങ്ങളിൽ നിന്നല്ലാത്തൊരു താരമാണെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ ടീമിലെത്താൻ പണിയെടുത്തുകൊണ്ടേയിരിക്കണം എന്ന തരത്തിലാണ് ഉത്തപ്പ പറയുന്നത്. ഋതുരാജിന്റെ കാര്യം പറയുമ്പോഴാണ് ഇത് പറയുന്നത് എന്നുള്ളത് പറയുമ്പോൾ വേറൊരു കാര്യം കൂടി പറയണം. കാരണം ഋതുരാജ് ജനിച്ചത് പൂനെയിൽ നിന്നുള്ള മഹാരാഷ്ട്രയ്ക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന താരമാണ്. ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇന്ത്യൻ ടീമിന്റെ സെലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടൊരു പക്ഷപാതം നിലനിൽക്കുന്നുണ്ടോ? അതായത് കുറച്ച് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള, കുറച്ച് സ്റ്റേറ്റുകളിൽ നിന്നുള്ള ആളുകൾ, അല്ലെങ്കിൽ രാജ്യത്തിന്റെ കുറച്ച് ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് വളരെ വേഗത്തിൽ ടീമിലേക്ക് എത്താൻ കഴിയുന്നുണ്ട് എന്നുള്ള ഉത്തപ്പയുടെ ഒരു വാദത്തെ നമ്മളിങ്ങനെ നോക്കി കണ്ടു. തീർച്ചയായും ഉത്തപ്പയെപ്പോലുള്ള ഒരു താരം അത് പറയുന്ന അനുഭവത്തിന്റെ തൻ്റെ ഒരു ജീവിതാനുഭവത്തിനൂടെ വെളിച്ചത്തിലായിക്കൊള്ളത് പറയുന്നത്. അല്ലെങ്കിൽ തന്നെ നമ്മൾ പലപ്പോഴും പറയുന്നത് നോർത്ത് ഇന്ത്യൻ ലോബിയാണെന്ന്. അതിൻ്റെ ഒരു മറ്റൊരു വെർഷനായിട്ട് നോർത്ത് ഇന്ത്യൻ ലോബി എന്ന് പറയാൻ വേണ്ടി പറ്റില്ലെങ്കിൽ കൂടി ഉത്തപ്പ പറഞ്ഞൊരു 3 സ്റ്റേറ്റുകളുടെ കാര്യം പറഞ്ഞത്. ആ 3 സ്റ്റേറ്റുകൾ വരുമ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ താരങ്ങൾ ഇപ്പം ദേശീയ ടീമിൽ കളിക്കുന്നത് അവിടെ തന്നെയാണ്. അവർക്ക് എത്രയും വേഗത്തിൽ, ഇപ്പോൾ ഉത്തപ്പ പറഞ്ഞാൽ വേഗത്തിൽ ഇന്ത്യൻ ടീമിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്നുണ്ട്. ആ അവസരങ്ങൾ വീണ്ടും ലഭിക്കുന്നുണ്ട്. അവർക്ക് പിന്നെ എന്താ പയറ്റി തെളിയാനുള്ള അവസരങ്ങൾ നൽകുന്നുണ്ട് ക്രിക്കറ്റ് ബോർഡ്. പക്ഷെ നേരെ മറിച്ച് ഇങ്ങോട്ട് വരുമ്പോഴേക്ക് കേരളത്തിലായാലും കർണാടകയിലായാലും ഇപ്പം തമിഴ്നാട്ടിലായാലും, തമിഴ്നാട്ടിൽ താരതമ്യേന ഇപ്പം താരങ്ങൾ വരുന്നുണ്ട് എങ്കിൽ കൂടി ഞാൻ പറയുകയാണ്, നേരത്തെയും വരുന്നുണ്ട്. കേരളത്തിലുള്ള ഒരു സംസ്ഥാനത്തിനായാലും അല്ലെങ്കിൽ ഇപ്പം ഒരു നോർത്ത് ഈസ്റ്റ് സംസ്ഥാനത്തിനായാലും ഒരു താരം വന്നു കഴിഞ്ഞാൽ, അത് ഇപ്പം ബംഗാളിൽ ഉൾപ്പെടെ പിന്നെ ഒരു താരം വന്നു കഴിഞ്ഞാൽ ആ താരത്തിന് നിലനിൽക്കണമെങ്കിൽ താരം നിരന്തരം കഷ്ടപ്പെടണം. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഈ പറഞ്ഞ പോലെ സഞ്ജുവാണ്, ഷമിയാണ്. ഈ 2 താരങ്ങൾ തന്നെ നമുക്കിപ്പം വേണ്ടി പറയാൻ വേണ്ടി പറ്റും. ഇപ്പം ഋതുരാജിൻ്റെ കേസിൽ എനിക്ക് പറയുമ്പോൾ മറ്റൊരു ഇതായിട്ട് നമ്മൾ പിന്നെ ആകാക്കാരൻ്റെ കണ്ടെടുക്കേണ്ടി വരും. 15 താരങ്ങളിലെ സ്ക്വാഡിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റുന്നില്ല. അത് ആ ഒരു നമ്പറിൽ കളിക്കുന്നത്, നമ്മൾ ടീമിൽ മികച്ച രീതിയിൽ കളിക്കുന്ന 15 വരെ പറയുമ്പോൾ അങ്ങനെ എടുക്കാൻ വേണ്ടി പറ്റില്ല. ബാറ്റും ബോളിംഗ് എല്ലാ റോളും നോക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പം ഋതുരാജ് കളിച്ച ആ റോളിലേക്ക് ശ്രേയസ് അയ്യറിൻ്റെ ഒരു സ്പോട്ടാണെങ്കിൽ അദ്ദേഹം തിരിച്ചു വരുമ്പോൾ എന്തായാലും കൊടുക്കേണ്ടി വരും. നമുക്കറിയാം അതൊരു സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ടീമിൻ്റെയോ മാത്രം ഒരു പ്രിവിലേജിൻ്റെ ഫലത്ത് കിട്ടുന്നില്ല, അത് കളിച്ച് തെളിയുന്നതാണ്. ശ്രേയസ് അയ്യറിൻ്റെ കാര്യം നമുക്കറിയുന്നതാണ്. അദ്ദേഹം 4ാം നമ്പറിൽ ഇന്ത്യക്ക് ഒരു താരത്തെ കിട്ടാൻ എത്രയോ കഷ്ടപ്പെട്ടതിന് ശേഷം ലഭിച്ചൊരു താരം തന്നെയാണ് ഇപ്പം ശ്രേയസ് അയ്യർ തന്നെ. അപ്പോൾ ആ ഒരു സ്പോട്ടിലേക്ക് അദ്ദേഹം പരിക്ക് മാറി വരുന്ന സമയത്ത് ഋതുരാജ് സെഞ്ചുറി അടിച്ചു എന്ന് പറഞ്ഞാൽ നിൽക്കേണ്ടി വരും. പക്ഷേ അതേ ലോജിക്ക് വെച്ച് നോക്കുമ്പോൾ സഞ്ജുവിൻ്റെ കേസ്, സഞ്ജു പിന്നെ ഏതെങ്കിലും സെഞ്ചുറി അടിച്ച ശേഷം ഇതുവരെ കളിക്കാൻ വേണ്ടി അവസരം കിട്ടില്ല പറയുന്നു. സഞ്ജു മാത്രമല്ല, നമുക്ക് പറഞ്ഞു ഉത്തപ്പനെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും, നമ്മുടെ കരുൺ നായറിനെ പറയാൻ വേണ്ടി പറ്റും. അങ്ങനെ നിരവധി താരങ്ങളുണ്ട്. ഈ താരങ്ങളെല്ലാം കരുൺ നായർ തെളിയിക്കാനായിട്ടാണോ, ആഭ്യന്തര ക്രിക്കറ്റ് തെളിയിക്കാനായിട്ടാണോ, ഇന്റർനാഷണൽ ക്രിക്കറ്റ് തെളിയിക്കാനാണോ ഒരു അവസരം ലഭിക്കാറുണ്ട്. കരുൺ നായറിനെ ടീമിൽ എടുക്കാറിലേക്കും ഒരു അവസരം ലഭിക്കാറുണ്ട്. ആ ഒരു മത്സരത്തിൽ ഇളങ്ങിയില്ലെങ്കിൽ പുറത്തിരിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. അപ്പം അത് പറയുമ്പം ഈ ഉത്തപ്പയെ പോലൊരു താരം, ഒന്നാമത് നമ്മൾ പറയുന്നതിനേക്കാളും ഒരു അധികാരതയുണ്ട് ഉത്തപ്പ പറയുന്നത്. തന്നെ അനുഭവങ്ങൾ, സാധാരണ അനുഭവങ്ങളൊക്കെ വെച്ചിട്ടേക്കും പറയുന്നത്. അത് നമ്മളല്ലാതെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനമാണ്. ഒരു ലോബി അവിടെ പ്രവർത്തിക്കുന്ന ലോബിങ് ഉണ്ട്, അതൊരു വസ്തുത തന്നെയാണ്. പക്ഷേ അതിൻ്റെ പിന്നിലെ ഘടകങ്ങളിലേക്ക് ആദ്യം ഇറങ്ങി നോക്കുമ്പോൾ പല കാലം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഉത്തപ്പ പറഞ്ഞ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് വലിയൊരു ശതമാനം ക്രിക്കറ്റ് താരങ്ങൾ വരുന്നത് മഹാരാഷ്ട്രയിൽ നിന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രത്യേകിച്ച് മുംബൈ പോലത്തെ ഒരു നഗരത്തിൽ നിന്ന് ഒരുപാട് ക്രിക്കറ്റ് താരങ്ങൾ, നമുക്കറിയാം സച്ചിൻ എന്ന് പറയുന്ന ഒരു താരത്തെ തന്നെ നമുക്ക് പറയാം. പക്ഷെ സച്ചിൻ്റെ ആ ഒരു അതിൻ്റെ ഒരു നമ്മൾ എടുത്തു പറയേണ്ട വേറൊരു വശം കൂടി അതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പിന്നെ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ ഗുജറാത്തിൽ നിന്ന് 11% താരങ്ങൾ, അതുപോലെ തന്നെ പിന്നെ കർണാടക, തമിഴ്നാട്, പഞ്ചാബ്, അതുപോലെ തന്നെ ഉത്തർപ്രദേശ്, ഈ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഒരുപാട് താരങ്ങൾ വളർന്നു വരുന്നുണ്ട്. അതേസമയം നമുക്ക് മറ്റ് സംസ്ഥാനങ്ങൾ നോക്കുകയാണെങ്കിൽ, ഇപ്പം പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റ്, അതുപോലെ തന്നെ ഇതല്ലാത്ത മറ്റ് സംസ്ഥാനങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ ഈ പറയുന്ന തരത്തിലുള്ള കഷ്ടപ്പെട്ട് വരുന്ന ഇത് ആണ് നമ്മൾ കാണുന്നത്. അപ്പൊ സഞ്ജുവിന്റെ കഷ്ടപ്പാട് തന്നെ നമ്മൾ കണ്ടതാണ്. പക്ഷെ ഞാൻ ഇതിനകത്ത് നോർത്ത് ഇന്ത്യ, സൗത്ത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു വാദം ശരിയാണ്, അങ്ങനെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നത് നോർത്ത് ഇന്ത്യ, സൗത്ത് ഇന്ത്യ എന്നതിലുപരി ഈ പറയുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ക്രിക്കറ്റിന്റെ ഇൻഫ്രാസ്ട്രക്ചർ വളരെയധികം ഡെവലപ്ഡ് ആണ് എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നത്. അപ്പോൾ നോർത്ത് ഇന്ത്യ എന്ന് പറയുമ്പോൾ വേറെ ഇതുകൊണ്ട് ഈ പറഞ്ഞ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും താരങ്ങളുണ്ട് ഈ പറഞ്ഞ ലിസ്റ്റിലുണ്ട്.
അപ്പോൾ നോർത്ത് ഇന്ത്യ എന്നുള്ളൊരു ഭാഗത്ത് മാത്രം നമുക്ക് വെച്ച് പറയാൻ വേണ്ടി പറ്റില്ല. അതെ, പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ വളരെ സിമ്പിളായിട്ട് നോക്കുകയാണ്. മഹാരാഷ്ട്രയിൽ നിന്ന് 3 ടീമുകൾ ആഭ്യന്തര ക്രിക്കറ്റിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഗുജറാത്തിൽ നിന്ന് 3 ടീമുകൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ ഉള്ള ഇൻഫ്രാസ്ട്രക്ചർ അവിടെ നമുക്ക് ആഭ്യന്തര ക്രിക്കറ്റിൽ ഇവിടെ ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് തെളിയിക്കാൻ ഒരു ടീമേ ഉള്ളൂ. അവിടെ 3 ടീമുകളുണ്ട്. അപ്പൊ ഈ 3 ടീമുകളിൽ നിന്നും താരങ്ങളെ അക്കോമഡേറ്റ് ചെയ്യാൻ താരതമ്യേന കൂടുതലായിരിക്കും. അപ്പൊ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഒരു ഡിഫറൻസ്, അതല്ലെങ്കിൽ ഇതിലുള്ള ഒരു ഡിസ്പാരിറ്റി, അല്ലെങ്കിൽ ആ ഒരു ഡിവൈഡ് എന്ന് പറയുന്ന വാക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അങ്ങനെയുള്ള ഒരു സംഭവം കൂടി നമ്മൾ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇതിൽ പറയുമ്പോൾ നമ്മൾ സഞ്ജുവിൻ്റെ ഒരു കരിയർ തുടങ്ങുന്നത് ഡൽഹിയിലാണ് അദ്ദേഹം കളിച്ചു തുടങ്ങുന്നത്. പക്ഷെ അവിടെ അവസരമില്ലായിട്ടാണ് ഇങ്ങോട്ട് കേരളത്തിലേക്ക് വരേണ്ടി വരുന്നൊരു അവസ്ഥയൊക്കെ അതൊക്കെ നമുക്കറിയാലോ. അപ്പോൾ അതിലൊരു വിവേചനം അവിടെ ഇല്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഈ പറഞ്ഞ പോലെ തന്നെ 3 ടീമുകൾ കളിക്കുമ്പോൾ ഇപ്പോൾ മഹാരാഷ്ട്ര, എന്താണ് വിദർഭ, മുംബൈ, ഇങ്ങനെ 3 ടീമുകൾ അവിടെ നിന്ന് കളിക്കുന്നു. ഇപ്പുറത്ത് അങ്ങനെ വരുമ്പോൾ സൗരാഷ്ട്ര പോലുള്ള ടീമുകൾ, ബറോഡ, ഗുജറാത്ത് 3 ടീമുകൾ കളിക്കുന്നു. അപ്പോൾ അതിൽ നമ്പർ എന്തായാലും കൂടുതലായിരിക്കും. നമുക്കറിയാം ആ 15 ടീമിലേക്ക് വരുന്ന ആളുകളുടെ കൂടുതലായിരിക്കും. അവർ ഇപ്പോൾ മുംബൈനെ പോലെ ടീമുകൾ രഞ്ജി ട്രോഫിയിൽ എപ്പോഴും കൂടുതൽ അല്ല, ഇപ്പോൾ വിജയസാര ട്രോഫിയിൽ പ്രധാനപ്പെട്ട ഇന്ത്യൻ താരങ്ങളെല്ലാം കളിക്കാൻ വന്ന സമയത്ത് മുംബൈ ടീം ഒരു ഇന്ത്യൻ ടീം തന്നെ ആയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് നേർചിത്രമാണ്. അല്ല, അത് ഈ പറഞ്ഞ പോലെ തന്നെ അത്രയും വരുമ്പോൾ താരങ്ങൾക്ക് അവിടുത്തെ കൂടുതൽ അവസരം ലഭിക്കും. അതും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ടീം, കൂടുതൽ തവണ കിരീടം എടുക്കുന്ന ടീമൊക്കെ വരുമ്പോൾ അതിൽ താരങ്ങൾ വരുന്നത് സ്വാഭാവികമാണ്. പക്ഷെ അത് പറയുമ്പോഴും ഈ പറഞ്ഞ പോലെ 1-2 താരങ്ങൾ, ഈ ജയിക്കുന്ന ടീം അല്ലെങ്കിൽ തുടർച്ചയായി വിജയിക്കുന്ന അല്ലെങ്കിൽ മുന്നേറുന്ന ടീമുകളിൽ നിന്ന് മാത്രം താരങ്ങൾ എടുക്കുക എന്നുള്ളൊരു ഇത്, അങ്ങനെ അങ്ങോട്ട് മാത്രം പോകുന്നു എന്നൊരു വിമർശനമാണ് എനിക്കൊന്ന് ഉത്തപ്പി ഉന്നയിച്ചത് തന്നെയാണ്. ആ താരങ്ങളിലേക്ക്, ആ ടീമുകളിലേക്ക് മാത്രം ശ്രദ്ധ പോകുന്നു, ആ താരങ്ങളിലേക്ക് മാത്രം വരുന്നു. ഇപ്പോൾ പറഞ്ഞ പോലെ കേരളം ചിലപ്പോൾ ആദ്യ റൗണ്ടിൽ പുറത്താവുന്നുണ്ടാവും. പക്ഷേ കേരളത്തിൽ നല്ല രീതിയിൽ കളിക്കുന്ന ഒരു താരം ഉണ്ടെങ്കിൽ ആ താരത്തിന് അവസരം ലഭിക്കുക എന്നുള്ള ഒരു സാധനം വരുന്നുണ്ടല്ലോ. ഇപ്പോൾ IPL ഉള്ളതുകൊണ്ട് കുറച്ചധികം താരങ്ങൾക്ക് കൂടുതൽ ഒരു അവസരം ലഭിക്കുന്നുണ്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അത് ടെസ്റ്റ് ക്രിക്കറ്റിലൊക്കെ അല്ലെങ്കിൽ കൂടി വരുന്നുണ്ട് പറയാൻ വേണ്ടി പറ്റും, ശ്രദ്ധിക്കപ്പെടുന്നു പറയാൻ വേണ്ടി പറ്റും. അങ്ങനെ കാണുന്നുണ്ട്. പക്ഷേ അവർക്ക് പിന്നീട് വരുമ്പം ഇപ്പോൾ ദേവദത്ത് പഠിക്കുന്ന പോലുള്ള താരങ്ങളൊക്കെ കർണാടകക്ക് വേണ്ടിയാണ് കയറി വരുന്നുണ്ട്. അങ്ങനെ വരുന്ന താരങ്ങൾ വരുന്നുണ്ട്. അതിനുശേഷം അവർക്ക് തുടർച്ചയായ അവസരം ലഭിക്കുന്നുണ്ടോ? ആ പിന്നീട് ഇപ്പം പറഞ്ഞാൽ നമുക്കറിയാം പൃഥ്വി ഷാക്ക് ലഭിക്കുന്ന അവസരം, ഋഷഭ് പന്തിന് തുടക്കകാലത്ത് ലഭിച്ച അവസരം, ഇങ്ങനെ പല താരങ്ങളും നമുക്ക് എണ്ണി അവസരം എന്നതിലുപരി ഒരു പിന്തുണ എന്ന് പറയുന്നത് അവസരം ഞാൻ പറയാൻ കാരണം അവർ പയറ്റി തെളിയട്ടെ എന്നൊരു ഇത് പരിശീലകരും കോച്ചുകൾ സെലക്ടർമാർ നൽകാറുണ്ട്. ആ ഒരു ഘട്ടത്തിൽ ഇവിടെ ഈ സഞ്ജുവിനെ പോലെ താരങ്ങൾക്ക് അല്ലെങ്കിൽ കരുണാകരനെ പോലെ താരങ്ങൾക്ക് അത് ലഭിക്കുന്നില്ല. അതാണ് അതിൻ്റെ ഒരു ഇരട്ടത്താപ്പ് വരുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ നമ്മൾ ഇതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ മറ്റുള്ള ഈ രഞ്ജി അല്ലെങ്കിൽ ആഭ്യന്തര ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന ചില ടീമുകളിൽ നിന്ന് മറ്റെന്ന് പറയാൻ പറ്റില്ല, ചില ടീമുകളിൽ നിന്ന് അവരുടെ താരങ്ങളുടെ പൊട്ടൻഷ്യൽ നോക്കിയിട്ടും അതുപോലെ തന്നെ താരങ്ങളുടെ പെർഫോമൻസ് ഒരു ഇത് നോക്കിയിട്ടൊക്കെ ചിലപ്പോൾ ഇതിലേക്ക് എത്തുന്ന സമയത്ത് ചെറിയ ടീമുകൾക്ക്, ആഭ്യന്തര ക്രിക്കറ്റിലെ ചെറിയ ടീമുകൾക്ക് അവരുടെ ഒരു പക്ഷേ രഞ്ജി ട്രോഫി നേടുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഫൈനലിൽ എത്തുമ്പോഴോ ഒക്കെ മാത്രം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പൊ സഞ്ജുവിന്റെ തന്നെ വളർച്ച നമ്മൾ നോക്കുകയാണെങ്കിൽ സഞ്ജു IPL വളർന്നു വന്ന ആളാണ്. IPL ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് വന്ന ഒരു താരമാണ്. അപ്പൊ ഇങ്ങനെ ഈ ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യത്തിലുള്ള ഒരു ഡിഫറൻസ് അവിടെ ഉള്ളപ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് ഏറ്റവും ഏറ്റവും നല്ല രീതിയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള, ഏറ്റവും നല്ല രീതിയിൽ സ്കൗട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ചില സംസ്ഥാനങ്ങൾക്ക് സ്വാഭാവികമായിട്ട് അതുണ്ടാകും. പക്ഷെ അത് വെച്ചിട്ട് ഇപ്പൊ സെലക്ടർമാരുടെ കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിന്റെ മാനേജ്മെന്റിന്റെ കാര്യം പറയുമ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടുള്ള ഒരു മുൻധാരണ കൂടി ഉണ്ടാവും. ഇപ്പോൾ ഒരു താരം വരുമ്പോൾ ആ താരം ഇവൻ മുംബൈയിൽ നിന്നുള്ള താരമാണ്, അതിന്റെ ഒരു ഉണ്ടാവും എന്നുള്ള ആ ഒരു തരത്തിലുള്ള ഒരു മുൻധാരണ. അല്ല, അതെ, അങ്ങനെയുള്ള ഒരു മുൻധാരണയും കൂടി ഒരു പക്ഷേ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ സഞ്ജുവിന്റെ കാര്യത്തിൽ ആഗാർക്കറിന് ഒരു നിശ്ചയമില്ലാത്ത പോലെയാണ് സംസാരിക്കുന്നത്. സഞ്ജു ഏത് റോളാണ് നാട്ടുകാരെല്ലാവരും കാണുന്ന സഞ്ജു ഓപ്പണിങ്ങിൽ ഇറങ്ങിയിട്ട് അത്രയും പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുമ്പോഴും അഗാർക്കർ പറയുന്ന ആ സമയത്ത് അഗാർക്കർ പറയുന്ന സഞ്ജു മധ്യനിര താരമാണെന്ന്. അഗാർക്കർക്ക് പോലും വർഷം പറഞ്ഞു. ഇപ്പം പറഞ്ഞല്ലേ, ഇപ്പൊ നമുക്ക് ജാർഖണ്ഡിന്റെ കേസൊക്കെ ധോണി പറഞ്ഞൊരു താരത്തിന്റെ അഡ്രസ്സിലായിരുന്നു ഒരുപാട് കാലം അറിയപ്പെട്ടിരുന്നത്. അതുവരെ ആരും ഉണ്ടായിരുന്നില്ല. ധോണി വന്നിട്ട് ശേഷം ഇപ്പൊ ഈ സഞ്ജു IPL എന്ന് പറഞ്ഞാൽ ധോണി ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ IPL അല്ല, ധോണി എത്തിയ ശേഷം തന്റെ പ്രവർത്തന പുറത്തിലെത്തിയ ശേഷം തന്റെ കഴിവുകൊണ്ട് മാത്രം പിടിച്ചു തന്നെയാണ് ആ ക്യാപ്റ്റനായിട്ട് വരുന്നത്, ഇന്ത്യയുടെ ഏറ്റവും സക്സസ്ഫുൾ ആയ ക്യാപ്റ്റനായിട്ട് മാറുന്നത്. സഞ്ജുവിന്റെ കേസ് പറഞ്ഞാൽ സഞ്ജു IPL മാത്രം പിടിച്ചു തന്നിട്ടാണ്, IPL നിരന്തരം തെളിയിച്ചിട്ടാണ് ദേശീയ ടീമിലേക്ക് എപ്പോഴും സ്ക്വാഡിലേക്ക് എത്തുന്നത്. പ്ലേയിങ് ലെവലിൽ അവസരം കിട്ടുന്ന സ്ക്വാഡിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ സ്ക്വാഡ് തിരഞ്ഞെടുക്കുമ്പോൾ ചർച്ചയാവുന്നത്. അത് IPL ഈ പറഞ്ഞ താരത്തിന്റെ കഴിവുകൊണ്ട് തന്നെയാണ്.
ഇപ്പം ഈ സൈഫ് പറഞ്ഞു നിർത്തിയ പോലെ സെലക്ടർക്ക് അറിയില്ല സഞ്ജുവിൻ്റെ റോൾ എന്താണെന്ന്. അങ്ങനെ റോൾ അറിയുന്ന ഒരു സെലക്ടർ ഉണ്ടായിരുന്നില്ല, ഒരു മാനേജർ ഉണ്ടായിരുന്നെങ്കിൽ സഞ്ജുവിന് ഇതിനു മുന്നേ ഇതിനേക്കാൾ വലിയ ഉയരങ്ങൾ കീഴടക്കാൻ വേണ്ടി പറ്റിയാണ്. നമുക്കറിയാം ഇപ്പം നമുക്ക് ടിനു യോഹന, പിന്നെ സഞ്ജു, ശ്രീശാന്ത്, ഈ 3 താരങ്ങൾക്ക് നമ്മൾ ഒതുങ്ങുകയാണ്. നേരത്തെ പറഞ്ഞ ഇൻഫ്രാസ്ട്രക്ചറിന് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ അവിടെ വരുന്നുണ്ട്. അനന്തപത്മ പോലെയുള്ള താരങ്ങൾ എത്താൻ പറ്റാണ്ട് പോകുന്നത് അന്ന് കുംബ്ലയിലോട്ടാണെന്ന് നമ്മൾ പറയുമ്പോഴും എന്തുകൊണ്ട് കുംബ്ല ഉണ്ടെങ്കിൽ താരത്തിന് കയറാൻ അവസരം ലഭിക്കാതെ പോകുന്ന ഒരു അരങ്ങേറ്റത്തിന് പോലും അവസരം ലഭിക്കാതെ പോകുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു അർഹിക്കുന്നൊരു പരിഗണന ലഭിക്കാണ്ട് പോകുന്നത് എന്തുകൊണ്ട് നമുക്കറിയാം. ഈ പറഞ്ഞ പോലെ ഉത്തപ്പ ലോകകപ്പ് T20 ലോകകപ്പ് ഇട്ട് നമുക്കറിയാം എങ്ങനെയാണ് വന്നത്, അല്ലെങ്കിൽ T20 ലോകകപ്പ് എന്നല്ല, ആ നടന്നു കയറുന്ന 6 ആയിട്ട് വന്നിട്ട് എല്ലാവർക്കും വല്ലാണ്ട് അങ്ങ് ഇടം പിടിച്ചു പോയതാണ്. പിന്നെ താരങ്ങ് പോകുന്നു. കരുൺ നായർ ട്രിപ്പിൾ സെഞ്ചുറി ആയിട്ട് വന്നിട്ട് എല്ലാവരും മനസ്സിലിടം പിടിച്ചാണ്, അതങ്ങ് പോകുന്നു. ഇവർക്കൊന്നും നടക്കുന്നില്ല. ഇപ്പം പറഞ്ഞാൽ പല താരങ്ങൾ അങ്ങനെ എടുത്തെടുത്ത് പറയാൻ പറ്റും. റെക്കോർഡുകൾ, ഇൻഡിവിജ്വൽ റെക്കോർഡിൻ്റെ പേരിൽ ഇപ്പം ഇഷാൻ കിഷൻ ഉൾപ്പെടെ നമുക്ക് പറയാം, ഇതേപോലെ പറയേണ്ടത്. ഇഷാൻ കിഷൻ പിന്നെ കളിച്ച് കിട്ടിയ അവസരങ്ങൾ മുതലാക്കിയിട്ടും വരാണ്ട് പോകുന്നതിനെ പിന്നെ മറ്റുള്ള വിഷയങ്ങൾ ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൂടി നമ്മൾ പരാമർശിക്കേണ്ടതായിട്ട് വരും. തീർച്ചയായും. എന്തായാലും ചുരുക്കി നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഉത്തപ്പ പറയുന്ന പോയിന്റ്, ആർഗ്യുമെന്റ് നമ്മൾ ഒന്നുകൂടി വളരെ വ്യക്തമായിട്ട് നമ്മൾ ഓരോ വീഡിയോയിലും നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു ആർഗ്യുമെന്റിന്റെ എല്ലാ വശങ്ങളെയും ഉൾക്കൊള്ളിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഉത്തപ്പയുടെ മെയിൻ ആർഗ്യുമെന്റ് ഇതാണ്, മുംബൈയിലോ അല്ലെങ്കിൽ ഡൽഹിയിലോ അല്ലെങ്കിൽ പഞ്ചാബിലോ ജനിക്കുകയാണെങ്കിൽ ഇന്ത്യൻ ടീമിൽ എത്താൻ കുറച്ചുകൂടി എളുപ്പമാണ്, മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള താരങ്ങളെ സംബന്ധിച്ച് അവർ ഒരുപാട് തെളിയിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് എന്നുള്ളത് അതൊരു യാഥാർത്ഥ്യമാണ്. അതിന് പിന്നിലുള്ള ഘടകങ്ങൾ പക്ഷപാതം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സ്വന്തം സംസ്ഥാനങ്ങളിലുള്ള ആളുകളോട് ഒരു പ്രത്യേക ഇഷ്ടം പലപ്പോഴും പലതരത്തിൽ നമ്മളത് തെളിയിച്ചിട്ട്, ഇപ്പോൾ യുവരാജ് സിംഗ് ഇപ്പോൾ അഭിപ്രായപ്പെട്ട ശുഭ്മാൻ ഗില്ലിനെ മാറ്റി നിർത്തിയതുമായി ബന്ധപ്പെട്ടൊരു പരാമർശം നടത്തിയത്, ഇപ്പൊ സഞ്ജുനെ മാറ്റി നിർത്തുന്ന സമയത്ത് എന്തായിരുന്നു എന്നുള്ള ആ ഒരു തരത്തിൽ നമുക്കിപ്പോൾ ഒരു ഇഷ്ടമുണ്ട്. ഇപ്പൊ സഞ്ജുനോടാണെങ്കിൽ നമുക്കൊരു ഇഷ്ടം ഉണ്ട്. പക്ഷെ ടീമിലേക്കുള്ള സെലക്ഷനിലേക്കുള്ള മാനദണ്ഡം തീർച്ചയായിട്ടും പ്രകടനം മാത്രമായിരിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഇപ്പോൾ നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള നല്ല ഒരുപാട് ആഭ്യന്തര ക്രിക്കറ്റിൽ 3 ടീമുകൾ ഉണ്ടാകുക എന്ന് പറയുമ്പോൾ അവസരങ്ങൾ കൂടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള നല്ല അങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പാരമ്പര്യമായിട്ട് അങ്ങനെ ഭയങ്കരമായിട്ട് ശക്തിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കൂടുതൽ താരങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അവർക്ക് കാര്യമായിട്ട് പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുമെന്ന് സെലക്ടർമാർക്കും മാനേജ്മെന്റിനും ഒരു മുൻധാരണ ഉണ്ടാകാനുള്ള ഒരു ഇതും കൂടിയുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും പെർഫോമൻസ് മാത്രമായിരിക്കണം അതിന്റെ ഒരു ഘടകം എന്ന് പറയുന്നത്. പെർഫോം ചെയ്തു കഴിഞ്ഞാൽ ഏത് താരമായാലും ഏത് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള താരമാണെങ്കിലും അവർക്ക് അവസരം ലഭിക്കണം, അർഹിക്കുന്ന ഒരു അവസരം ലഭിക്കണം. നമ്മുടെ പ്ലേയിങ് 11 എന്ന് പറയുമ്പോൾ അത് ടീമിന്റെ കോമ്പിനേഷനും എല്ലാം പരിഗണിച്ചിട്ട് റീസെന്റ് ആയിട്ടുള്ള പെർഫോമൻസും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പരിഗണിച്ചിട്ട് ഒരു ഏറ്റവും ടോപ്പ് 11 ആരാണ് എന്നുള്ളത് ആ ഒരു ടോപ്പ് 11 എന്ന രീതിയിലായിരിക്കണം നമ്മുടെ ടീം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ ഉത്തപ്പ ഇങ്ങനെ പറയാൻ കാരണം ഈ പറയുന്ന കണക്കുകളും ഇതൊക്കെ ആയിരിക്കാം. അപ്പൊ ഈ പറയുന്ന എല്ലാ പോയിന്റുകളും വാലിഡ് ആണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം, എല്ലാം ഇനി സമയത്തിൽ.